ഓഗിഗഹാര എന്ന ഗ്രാമത്തിൽ ആരും സംസാരിക്കാത്ത ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. കുന്നിൻ മുകളിലെ പ്രശസ്തമായ ക്ഷേത്രമല്ല, മറിച്ച് മന്ത്രിക്കുന്ന മുളങ്കാടിനുള്ളിൽ ആഴത്തിൽ ഒളിപ്പിച്ച ചെറുതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഒന്ന്. അവിടെ വഴിപാടുകളില്ല, പൂജാരികളില്ല, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമുള്ള പായൽ മൂടിയ ഒരൊറ്റ കൽപ്രതിമ മാത്രം. ധൈര്യം തെളിയിക്കാനാഗ്രഹിച്ച കെഞ്ചി എന്ന പുതിയ വിദ്യാർത്ഥി സൂര്യാസ്തമയത്തിനുശേഷം ഒറ്റയ്ക്കവിടെ പോകാൻ തീരുമാനിച്ചു. അവൻ ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് കാലെടുത്തുവെച്ച നിമിഷം അന്തരീക്ഷം തണുത്തുറഞ്ഞു, മുളകളുടെ മൃദുവായ ആട്ടം നിലച്ചു. നിശബ്ദത കേവലമായിരുന്നു. അവൻ ആ പ്രതിമയിലേക്ക് തുറച്ചുനോക്കി. ആ പുഞ്ചിരി അല്പമകന്നതുപോലെ തോന്നി. അതിലെ കറുത്തതും പൊളിഞ്ഞതുമായ കണ്ണുകൾ അവനെ പിന്തുടരുന്നതായി അനുഭവപ്പെട്ടു. കെഞ്ചി വേഗത്തിൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് നെഞ്ചിടിപ്പോടെ തിരിഞ്ഞു നടന്നു. ഫോട്ടോയിലെ പ്രതിമയുടെ മുഖം ഇനി പുഞ്ചിരിക്കുന്നില്ല, അത് അലറുകയായിരുന്നു. തിന്റെ വായ ഒരു പരുപരുത്ത കറുത്ത ദ്വാരമായിരുന്നു. ഇപ്പോൾ ശുദ്ധവെള്ളയായി മാറിയ അതിന്റെ കണ്ണുകൾ നേരെ കെഞ്ചിയിൽ ഉറപ്പിച്ചു. ചെറിയ നനഞ്ഞ ഒരു ശബ്ദം അവനെ മരവിപ്പിച്ചു. അത് കല്ലിൽ നഖങ്ങൾ വലിച്ചിഴയ്ക്കുന്നതുപോലെയുള്ള നേർത്ത ഉരസുന്ന ശബ്ദമായിരുന്നു. അവന്റെ ചെവിയുടെ തൊട്ടുപിന്നിൽ നിന്നാണ് അത് വന്നത്. മെല്ലെ രക്തം തണുത്തുറഞ്ഞുകൊണ്ട് കെഞ്ചി വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ വീണ്ടും ഉയർത്തി ക്യാമറ മുൻവശത്തേക്ക് തിരിച്ചു.